ആ ഷെഫീഖ് വന്നാ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇതിപ്പോ പെരപ്പണി ഇങ്ങനെ കിടക്കലോണ്ട് കുറെ ആയല്ലോ, നമുക്ക് വേഗം ഒന്നാണ് നോക്കിക്കൂടാ. ഇതൊരു ഗൾഫുകാരനൊക്കെ അല്ലേ? ഞാൻ വരുന്ന സമയത്തല്ലേ ഇങ്ങനെ ഓരോന്ന് എടുപ്പിക്കല്ലേ. ഇപ്രാവശ്യം മെയിൻ വാർപ്പാണ്ട് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നോമ്പിനിപ്പോ പണിക്കാരൊന്നും കിട്ടൂലല്ലോ. ഏതായാലും പെരുന്നാൾ കഴിഞ്ഞോടുമ്പോ പണിയാണ് തുടങ്ങിക്കാളെ. ഏതായാലും എനിക്ക് ഇപ്രാവശ്യം പെരുന്നാളും കൂടാല്ലോ. അതന്നെ വിചാരിക്കണം. പെരുന്നാൾ കൂടിയിട്ട് ഇപ്പൊ കുറെ ആയല്ലോ, അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലും കൂടിയാണ്. പൈസ കയ്യിലുണ്ടെങ്കിലേ താറി കൊണ്ടോണ്ടട്ടാ. ഏതായാലും ഞാനാണ് നടക്കട്ടെ. ആയിക്കോട്ടെ. ഇവരൊക്കെ വിചാരം ഇപ്പൊ എന്താ, അവിടെ പൈസ കായ്ക്കണ മരണ്ട് എന്നാ. ഈ എവിടെ ഇരുന്നടാ? ഞാനവിടെ അങ്ങാടിയിലേ. ഞാൻ കൊറേ സമയമായി ഇവിടെ വന്നിരിക്കൽ തുടങ്ങിയിട്ട്. നോമ്പായതുകൊണ്ടാവൂലേ, ആരും കാണുന്നില്ല ഇങ്ങോട്ട്. ഇജ്ജിന്നാ അവിടെ ഇരിക്കേ, ഞാൻ വീട്ടിൽ പോയിട്ട് വരാം. കുറച്ച് സാധനം കൊണ്ടുപോയി കൊടുക്കാൻ. ഇപ്പൊ തന്നെ പോവാ? കുറച്ച് കഴിഞ്ഞിട്ട് പോവാടാ. അല്ല, ഞാൻ കൊണ്ടുപോയി കൊടുത്താണ് വേഗം വരാം. അല്ല ഈ വരുവോ? വെറുതെ പറയാ? ഇനിയിപ്പോ പൊയ്ക്കാണ്ട് ഇങ്ങോട്ട് വരികയെന്ന് പറഞ്ഞാല് നമുക്ക് നോമ്പ് പറഞ്ഞിട്ട് കാണാം ട്ടാ. ഈ നോമ്പറന്നാ വരുവോ? ഈ ഇപ്പൊ എല്ലാ ദിവസവും ഇപ്പൊ അങ്ങനെ തന്നെ പറയില്ല. എന്നാ ആയിക്കോട്ടെ, ഈ പോയിക്കാണ്ട് വാ. എന്നാ ശരിയടാ, ആയിക്കോട്ടെ. നിങ്ങൾ എവിടെ ചങ്ങായിമാരെ? ഞാനൊരു ലീവിന് വന്ന് നോക്കുമ്പോ നിങ്ങളെല്ലാരും ബിസി, നിങ്ങളാരും കിട്ടണില്ല. ഞാനിവിടെ ഉണ്ട്, ഇരിക്കാൻ നേരം ജസഫിക്ക്. എനിക്ക് ഉപ്പാൻ്റെ പെങ്ങന്മാരോട് ഇളപ്പടിക്ക് പോകണ്ട്. നമുക്ക് നാളെ കാണാം. ചെറുമുക്കും ചുള്ളിപ്പാറല്ലേ? അതന്നെ. എന്നാ ഞാനും പോരട്ടെ. ഞാൻ ബൈക്കായിട്ടാണ് പോണത്. കാക്കിയൊപ്പം വരുന്നത് തന്നെ. ആയിക്കോട്ടെ, ഞാൻ വെറുതെ ചോദിച്ചു എന്നുള്ളൂ. എന്നാ ആയിക്കോട്ടെ, ഞാൻ പോട്ടെ. ആയിക്കോട്ടെ. പഠിച്ചവനെ ഒരു മനഃപൂർവ്വം ഒഴിവാക്കുകയാണോ എനിക്ക് തോന്നുന്നാറോ. ഹലോ. ഷെഫീഖ, അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. ഈ പെട്ടെന്ന് കയറിട്ടാ. അല്ല, ഞാനപ്പോ പെരുന്നാൾ കഴിഞ്ഞിട്ട് വരുള്ളൂ എന്നല്ലേ പറഞ്ഞത്? അതൊന്നും പറഞ്ഞാ പറ്റൂല. ഇവിടെ ആളില്ല. കരീമാക്കാന്റെ പെണ്ണുങ്ങൾക്ക് സുഖമില്ലിട്ട് അയാള് നാട്ടിക്ക് പോയിക്കണ്. ഇവിടെ കച്ചവടം നടക്കണ്ടേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതിലിപ്പോ ടിക്കറ്റിന് പൈസ കൂടുതലല്ലേ? ടിക്കറ്റിന് കൂടുതലും കുറവുകളും അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഈ വന്നിട്ട് വേണം എനിക്ക് നാട്ടിക്ക് പോവാനേ. പെരുന്നാൾ അടുത്ത കൊല്ലം വരൂലേ? എനിക്ക് പണി വേണമെന്നുണ്ടെങ്കിൽ കേറിപ്പോര്. ആയിക്കോട്ടെ എന്നാല്. ഞാൻ കേറിക്കോളാം. ഞാൻ അത് അങ്ങോട്ട് തെരഞ്ഞു വരികയാണ്. അതെന്ത് ഷഫീഖേ? പിന്നെ ഞാനേ മറ്റന്നാളെ പോവാണ്. കയറാൻ വേണ്ടിയിട്ട് വിളിച്ചിരുന്നു. അവിടെ കടയിൽ നിന്ന് ആരൊക്കെ പെട്ടെന്ന് അർജന്റായിട്ട് പോയി. അപ്പൊ മുതലാളിക്ക് നാട്ടിക്ക് വരണല്ലോ. ഇതല്ലോ പറഞ്ഞു ഇനി പെരുന്നാളിന് ഇവിടെ ഉണ്ടാവുന്നേ. ഏതായാലും ഇത്രയും ദിവസമായില്ലേ, ഇതൊന്ന് നീട്ടിച്ചളാ. അത് പറ്റുണ്ടാവില്ല, ഒരു വിളിച്ചു പറഞ്ഞല്ലേ. ഇനിയിപ്പോ ആ പണി പോവും. ഇൻഷാ അല്ലാ ആയിക്കോട്ടെ. എന്നാലും നിങ്ങള് വീട്ടിക്ക് വരുവണ്ടേ? ഞാൻ വരണ്ടേ. പിന്നെ അതല്ല, എന്നാലും നിങ്ങള് എയർപോർട്ടിലേക്ക് ഒന്ന് കൊണ്ടാക്കി തരണേ. നിങ്ങളൊന്ന് വരുമോ? എന്നെ പറഞ്ഞു മറ്റന്നാളെ. മറ്റന്നാള് എന്റെ മൂത്തമ്മാന്റെ മോൻ അവര് ഫാമിലി അടക്കം കോഴിക്കോട്ടേക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. വണ്ടി അവർക്ക് അത് കുഴപ്പമില്ല. ഇജ്ജൊരു പണി, ഹബീബിന്റെ വണ്ടി ചോദിച്ചോക്ക്. ആയിക്കോട്ടെ, ഞാൻ അബീബിനോട് ചോദിച്ചോളാം. പിന്നെ നിങ്ങള് ഇറങ്ങുന്ന അടുത്ത് വരണട്ടാ. ശരി, എന്നാ ആയിക്കോട്ടെ. ഓക്കെ. ഷെഫീഖ, എന്താണ് കാണണമെന്ന് പറഞ്ഞു? അബീബേ, ഞാൻ മറ്റന്നാളെ പോവാടാ. മറ്റന്നാളെ? ഇജ്ജല്ലേ നോമ്പ് കഴിഞ്ഞിട്ട് പോകുള്ളൂന്ന് പറഞ്ഞു. അതടാ, അർജന്റായിട്ട് ഒരു കയറാൻ പറഞ്ഞു. അജ്ജടാ, ഞാൻ പെരുന്നാൾക്ക് ടൂറൊക്കെ പ്ലാൻ ചെയ്ത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ പോയല്ലടാ പറ്റുമോ? സത്യം പറഞ്ഞാലേ എനിക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനൊരു 17 കൊല്ലം എന്തായാലും ആയിട്ടുണ്ടാവും നമ്മളിവിടെ പെരുന്നാൾ കൂടി. നല്ല ആഗ്രഹത്തിൽ തന്നെയാണ് ഞാൻ വന്നോ. ഇനിയിപ്പോൾ പോവാതിരിക്കാൻ പറ്റൂല. പിന്നെ ഈ ഒരു കാര്യം ചെയ്യോ, മറ്റന്നാളെ ഈ ഒന്ന് എയർപോർട്ടിൽ ഒന്ന് ആക്കി തരും എന്നെ. ആടാ, മറ്റന്നാളെ തിങ്കളാഴ്ച അല്ലേ? വണ്ടി സർവീസിന് കൊടുക്കേണ്ട ഡേറ്റ് ആണ്. ഇജ്ജ് വേറെ ആരും കിട്ടുമോ നോക്ക്. ആയിക്കോട്ടെ. ഞാൻ എന്നാലേ മുഫീദിനോട് റഹീമിനോട് ആരോടും ചോദിച്ചോളാം. അപ്പോൾ എന്നാലേ ഈ വരാൻ വണ്ടി ഞാൻ ആരുടെങ്കിലും വാങ്ങിക്കൊണ്ട് ഈ വരാൻ മറക്കരുത് കേട്ടോ. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. നോമ്പ് ആയി തുടങ്ങില്ല. ഇനിയിപ്പോ ഒരു 10-15 ദിവസം ഉണ്ടാവൂലേ? അതിന്റെ മുന്നേ ഇപ്പൊ ആ പണി എങ്ങനെ തീർത്തു കൊടുക്കണം. നീറല്ലേ വരണേ? ഇന്ന് നമ്മളാണ് ചായ കുടിച്ചാലോ? നിങ്ങൾ വന്നിട്ട് കുറെ നേരമായാ? ഞങ്ങൾ എന്നെ കാത്തുക്കന്നെയാണ്. അല്ല, എന്നാ എന്റെ ഭാഗം കേട്ടോ ചായ. ആയിക്കോട്ടെ. അതിനെന്താ? ചായ കൂടി അവിടെ വെക്കട്ടെ. ചായ കുടിച്ചാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. എല്ലടാ, ഷെഫീഖല്ലേ വരുന്നുണ്ട് ഗ്രൂപ്പിൽ വോയിസ് ഇട്ടിരുന്നു. വല്ലതും തീരുമാനമായ? അറിയില്ല. ശരിയാണ്, നോക്കട്ടെ.
അത് ഗ്രൂപ്പിൽ വന്നിട്ടില്ല. എനിക്കൊരു വോയിസ് അയച്ചിക്കണോ നോക്കട്ടെ. അടുത്ത തിങ്കളാഴ്ച വരുന്നുണ്ടല്ലേ. തിങ്കളാഴ്ച വരണ്ടാ? ഹലോ, അസ്സലാമു അലൈക്കും ഷഫീഖ. ഇജ്ജ് തിങ്കളാഴ്ച വരുന്നുണ്ട് പറഞ്ഞേ. പിന്നെ ഞാൻ ആ പറഞ്ഞ സാധനം കാറിൽ വെക്കാനുള്ള സ്ക്രീനിൻ്റെതേ അത് ഇജ്ജ് മേടിച്ചാൻ പറ്റുമെന്ന് നോക്കട്ടാ. ഹലോ ഷഫീഖ, ഞാൻ പറ്റിട്ട കൊണ്ടുവരാന്. പിന്നെ ഇച്ചൊരു പണി, വീട്ടിൽ വിളിച്ചു പറയണ്ട. നമുക്ക് വീട്ടുകാർക്ക് സർപ്രൈസ് കൊടുക്കാം. ഓക്കെ? ഞാനുണ്ട് ട്ടാ ഷഫീഖ. എനിക്ക് എന്നോട് 1-2 കാര്യങ്ങൾ പറയാണ്ട്. ഞാൻ രാത്രി വാട്സപ്പിൽ വരണ്ടേ. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി പോയാലോ? അയ്യ, അത് വേണ്ടടാ. നമ്മൾ 3 ആളും കൂടി പോയാല് പിന്നെ വരുമ്പോ അവനക്ക് ഇരിക്കണ്ടേ. പിന്നെ അവന്റെ ലഗേജ് ഒക്കെ എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റൂല. അബേ, ഷഫീഖ് നാളെ പോകണം. എന്നോട് വണ്ടി ചോദിച്ചു. എന്നോടും ചോദിച്ചിരുന്നില്ല. എന്നിട്ട് ഇജ്ജ് എന്താ പറഞ്ഞേ? ഞാൻ നൈസായിട്ട് വണ്ടി സർവീസിന് കൊണ്ടുപോയാണ്ട് പറഞ്ഞിട്ട് പോയി. ഞാനും തന്നെ മൂത്തമ്മാന്റെ മോൻ കൊണ്ടുപോകുന്ന അറിയാണ്ട് ഞാനും ഒഴിഞ്ഞു. ഈ കൊണ്ടാക്കാൻ പോലെ വലിയ ചൊറയാണ്. അത്ര ലോങ്ങിൽ ഓടുമാണ് വണ്ടി. പിന്നെ ഇപ്പൊ പോയ എണ്ണക്കായി ഒന്നും അവനോട് ചോദിച്ചാൽ പറ്റി. അത് ശരിയാണ്. അവന് കളിയന്മാരും കുടുംബക്കാരൊക്കെ ഇല്ലേ, അവരാരെങ്കിലും വണ്ടി എടുത്തോ. ഏതായാലും നമുക്ക് നാളെ ഇറങ്ങണേരത്തൊന്ന് പോയോ? എടാ, ഓട്ടോറിക്ഷ നടക്കണേ കമാണ്ട് പോണം. ഇനിയിപ്പോ പോണ്ടല്ലേ, അവന് നമ്മളെല്ലാവരും തിരക്കിൽ പെട്ടിട്ടുണ്ടോന്ന് വിചാരിച്ചു. അതന്നെ, നമ്മളിപ്പോ വണ്ടി ഒന്നും കൊടുക്കാത്തല്ലേ, നമ്മളിപ്പോ പോവാ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. കേറി അല്ല, ഷഫീഖ് ഇപ്പൊ ഇറങ്ങാനായില്ല. ഇറങ്ങാനയക്കുന്നേ. സലീമ് വണ്ടിയോടെ കൊടു നിർത്തിയാണ്ട് വീട്ടിൽ എന്താ സാധനം വാങ്ങാൻ വേണ്ടി പോയതാ. ഷെഫീക്ക് മാറ്റാൻ വേണ്ടി അകത്തേക്ക് പോയിട്ടാണ്. അല്ല, അവൻ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടല്ലേ പോവുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ എന്ത് എത്ര നേരത്തെ പോണ്? അതൊന്നും പറയണ്ട. അവിടുന്ന് വിളിച്ചിട്ട് സ്വൈര്യം കൊടുക്കാഞ്ഞിട്ട് എന്റെ കുട്ടി പോവാണ്. എന്റെ റഫീക്ക്, എന്റെ കുട്ടി ഇവിടെ പെരുന്നാൾ കൂടിയിട്ട് 10-15 കൊല്ലെങ്കിലായിട്ടുണ്ടോ. ഇത്ര പൂതി വെച്ചുകൊണ്ട് വന്നാണ് എന്റെ കുട്ടി പെരുന്നാൾ കൂടാണ്. റഫീഖ, നിങ്ങളെപ്പോഴും വന്ന് ഇരിക്കും. ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളൂ. ഇറങ്ങാനായുടെ മോനെ. ആപ്പാ, അബീബും അബും ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിരുന്നു. അവരെ കാണുന്നില്ല. അവര് എപ്പോഴാ വരണിച്ചിട്ടിരിക്കുന്നത്. പാൻകുട്ടി ഇറങ്ങൂടി. ആപ്പാ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഷഫീഖ് റെഡി ആയില്ലേ? ഉപ്പ വരും. കുട്ടികളൊക്കെ ഇവിടെ. ഇറങ്ങി പോകുമ്പോ ഈ കുട്ടികളെ കണ്ണും മൂന്നും കണ്ടുകൊണ്ട് പോകാൻ പറ്റൂല. എന്നാ എല്ലാരോടും പോവട്ടാ. മയ്യേ, കുഞ്ഞാമ്മ, എല്ലാരോടും ഇല്ല. എന്നത് വണ്ടിക്കൊന്നു അപ്പാ ഞാൻ പോവട്ടാ. അസ്സലാമു അലൈക്കും. കുട്ടി 2-3 കുപ്പഞ്ഞ ഞാൻ ആരോഗ്യത്തോടുണ്ടാവും. ചോറ് അസ്സലാമലൈക്കും. നിങ്ങൾ എന്ത് വരാനേ? ഇത്ര പെട്ടെന്ന് ഇറങ്ങിയാ? ഞങ്ങളിപ്പാണ്ട് ഇറങ്ങാൻ നിൽക്കാണ്. ഇനി സമയമായില്ലടാ. നിങ്ങൾ വരാനായിട്ട് എന്തോ ഒരു പൊറുതിയുടെ. എന്നാ ഞാൻ പോട്ടെ. ഇൻഷാ അല്ലാ ഞാൻ ചെന്നിട്ട് വിളിക്കണ്ടെന്നാലേ. ഹാപ്പി അഡ്വാൻസ്, ഈദ് മുബാറക്. ഞാൻ പോയിട്ടാ. എന്നെങ്കിലും ഒരിക്കൽ തൻ്റെ ജീവിതവും പച്ച പിടിക്കുമെന്ന പ്രതീക്ഷയിൽ എന്തെല്ലാം പ്രതിബന്ധങ്ങളിൽ ആടിയുലഞ്ഞാണ് ഓരോ പ്രവാസിയും പരോളിനെന്ന പോലെ തിരിച്ചെത്തി മടങ്ങുമ്പോൾ മണലാരണ്യത്തിലെത്തുന്നതിന് ഇടയിലുള്ള ആ ഒരു സമയം അനുഭവിക്കുന്ന ഹൃദയവേദനയെ എങ്ങനെയാണ് വാക്കുകൾ കൊണ്ട് കോറിയിടാനാവുക?